ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ബിഗിനേഴ്സിന് നമുക്ക് സ്ലിറ്റ് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു സൂത്രവിദ്യയായിട്ടാണ്. അപ്പം അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഹിപ്പ് റൗണ്ട് വരെയുള്ള ഷേപ്പ് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി വേണ്ടത് നമ്മൾ സ്ലിറ്റിന് വേണ്ടി തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് അധിക പേര് 1.5 ഇഞ്ച് വിട്ടിട്ടുണ്ടാവും. ഞാൻ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തത്. നിങ്ങൾ എത്രയാണ് തയ്യൽ തുമ്പ് എടുത്തത് നമുക്കത് അടയാളപ്പെടുത്തിക്കാം. അത് ഞാൻ താവ് വരെ 1 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ അവിടുന്ന് മുകളിലേക്ക് നമുക്കൊരു ലൈന് കൊടുക്കാം. നമ്മൾ 1 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തി അതിലൂടെ നമുക്കൊരു ലൈന് കൊടുക്കാം. ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെഷീനിലെ ഏറ്റവും വലിയ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അത് നമ്മൾ പിന്നീട് അയച്ച് കളയാനുള്ള സ്റ്റിച്ചാണ്. അതുകൊണ്ട് നമ്മൾ കെട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഭാഗത്തുള്ള സ്ലിറ്റെല്ലാം മൊത്തമായി തയ്ച്ചതിന് ശേഷം മാത്രമേ അടുത്ത ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നിവർത്തി വെക്കാം. നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമുക്ക് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കിയതിന് ശേഷം നമുക്ക് ഇത് തയ്ച്ച് കൊടുക്കാം. നമ്മൾ തട്ട വെച്ചിട്ട് നമുക്കിതൊന്ന് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മടക്ക് വീഴുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം വേണം ഇതൊന്ന് തയ്ച്ച് കൊടുക്കാൻ. ഈ ഒരു രീതിയിൽ നമ്മൾ തയ്ക്കുന്നേരം ബിഗിനേഴ്സിന് സ്ലിറ്റ് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. സാധാരണ രീതിയിൽ സ്ലിറ്റ് തയ്ക്കുകയാണെങ്കിൽ പൊളഞ്ഞു പോകുകയും നമുക്ക് തുണി അധികമായി കയറി പോവുകയൊക്കെ ചെയ്യും. ഈ ഒരു രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ സ്ലിറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും. ഞാൻ അടുത്തത് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം നോക്കാം. ഹിപ്പ് റൗണ്ട് അവസാനിച്ച് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നമുക്കൊന്ന് അടയാളപ്പെടുത്തുക. അതിൻ്റെ 1 ഇഞ്ച് മുകളിലായിട്ട് ഒന്ന് അടയാളപ്പെടുത്തുക. അവിടെ വരെ നമ്മൾ തയ്ക്കണം. നമ്മൾ അടയാളപ്പെടുത്തിയത് വരെ നമ്മൾ തയ്ച്ചതിന് ശേഷം അവിടെ നമ്മൾ സൂചി കുത്തി നിർത്താം. ഫൂട്ടൊന്ന് പൊന്തിച്ചതിന് ശേഷം നമുക്ക് ചതുരാകൃതി വരുന്ന രീതിയിൽ അടുത്ത വശത്തേക്ക് വരണം. അങ്ങനെ നമുക്കൊന്ന് ഇപ്പുറത്തെ വശത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. നേരത്തെ മടക്കിയതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ച് മടക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അവിടെ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് ഫൂട്ടൊന്ന് പൊന്തിച്ചതിന് ശേഷം താഴോട്ടേക്ക് നമുക്ക് തയ്ച്ചെടുക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ നന്നായി ഒന്ന് ശ്രദ്ധിച്ച് പയ്യെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഒരു ചൂരിദാറിൻ്റെ ഏറ്റവും ഭംഗി വരുന്നത് സ്ലിറ്റിലാണ്. നമ്മൾ സ്ലിറ്റിൽ കാണുന്നവരാണ് ചൂരിദാർ ഭംഗി ഉണ്ടാവുക. സ്ലിറ്റ് മോശമായാൽ ചൂരിദാറിൻ്റെ ഭംഗി തന്നെ പോകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം സ്ലിറ്റ് തയ്ച്ചെടുക്കാൻ. ഇത് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമുക്ക് കാണുന്നേരം കുറച്ച് കടുപ്പായിട്ട് തോന്നും. പക്ഷെ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ തയ്ച്ചതിന് ശേഷം നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചില്ലേ അത് നമുക്ക് അയച്ചെടുക്കാം. ഇതുപോലെ നൂല് അയക്കുന്നതിനെ കൊണ്ട് നമുക്ക് അയച്ചെടുക്കാം. ഇത് പെട്ടെന്ന് അയച്ചെടുക്കാൻ പറ്റും. നമ്മൾ വലിയ സ്റ്റിച്ചല്ലേ ഇട്ടത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അയച്ചെടുക്കാൻ പറ്റും. നമുക്ക് മുകളിൽ വരെ അയക്കാം. ഇതുപോലെ നല്ല വൃത്തിക്ക് നമുക്ക് സ്ലിറ്റ് കിട്ടും. നമുക്ക് ഇതുപോലെ സ്ലിറ്റ് നിർത്താം. അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇതിൻ്റെ തറ്റ വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താലാണ് കുറച്ചും കൂടി വൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എല്ലാ ചുരിദാറിനും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ തറ്റ വെച്ചിട്ട് നമുക്ക് മുകളിൽ വരെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. തയ്ച്ചിങ്ങനെ വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് കോണായിട്ടാണ് കിട്ടുക. അവിടെ നമുക്ക് സൂചി കുത്തി നിർത്താം. എന്നിട്ട് ഒന്ന് ഫുട്ട് പൊക്കിയതിന് ശേഷം അടുത്ത വശത്തേക്ക് നമുക്ക് താഴോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ സ്ലിറ്റ് തയ്ച്ചെടുക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് സ്ലിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.